ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ഇന്നും ചായ വെച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വ്ളോഗും ഇവിടെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് കേട്ടോ. അപ്പോൾ കിച്ചൺ തന്നെ എന്നും വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോയെന്ന് അറിയില്ല. പക്ഷേ എൻ്റെ ഒരു ഡേ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ. ഒരു ദിവസത്തെ പണികളും കാര്യങ്ങളും മൊത്തത്തിൽ നമ്മുടെ ലോകം എന്ന് പറയുന്നത് ഇതാണല്ലോ, നമ്മുടെ കിച്ചൺ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയുള്ള വിശേഷങ്ങളായിരിക്കും കേട്ടോ കൂടുതലും എൻ്റെ വ്ളോഗിൽ. അപ്പോൾ അങ്ങനെ ചായക്കുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം നോക്കണം. അപ്പോൾ ഇന്ന് പൂരിയും അതുപോലെ കിഴങ്ങ് കറിയാണ് കേട്ടോ ആക്കുന്നത്. അപ്പോൾ പൂരി ഞാൻ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് റെഡിയാക്കുന്നത്. പച്ചവെള്ളം കൊണ്ട് കുഴച്ചെടുത്തിട്ടാണ് കേട്ടോ ഞാൻ പൂരി റെഡിയാക്കാറ്. അതിനായിട്ട് ചൂടുവെള്ളമൊന്നും ഉണ്ടാക്കാറില്ല. ചപ്പാത്തി ആണെങ്കിലും ഞാൻ പച്ചവെള്ളത്തിൽ തന്നെയാണ് കുഴക്കാറ്. നന്നായിട്ട് പൂരി ആണെങ്കിൽ നന്നായിട്ട് പൊങ്ങി വരും, ചപ്പാത്തി തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ പച്ചവെള്ളം വെച്ചങ്ങാണ്ട് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ പൂരിയും കിഴങ്ങ് കറിയും ഭയങ്കര കോമ്പിനേഷനാണ് അല്ലേ. എപ്പോഴൊന്നും അങ്ങനെ പൂരി അങ്ങനത്തെ ഒന്നും ഉണ്ടാക്കാറില്ല, ഇടയ്ക്കൊക്കെ ഉണ്ടാക്കും കേട്ടോ. പിന്നെ ചായ വെള്ളം തിളച്ച് വന്നപ്പോൾ പൊടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നുള്ളു പൊടി ഇട്ട് കൊടുക്കാറുള്ളൂ കേട്ടോ. കാരണം മക്കൾസും ഉണ്ടാവുക കാരണം അവർക്ക് അധികം സ്ട്രോങ്ങിൽ ചായ അങ്ങനെ കൊടുക്കാറില്ല. അതിനെക്കുട്ടിയൊക്കെ ഭയങ്കര ചായയുടെ ഫാനാണ് കേട്ടോ. അപ്പോൾ അത് കാരണം ഒരു നുള്ളു പൊടി ഇട്ടുങ്ങാണ്ട് ചായ റെഡിയാക്കാറുള്ളൂ. ഇനിയിപ്പോൾ ചായ വാങ്ങിയപ്പോൾ എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചട്ടിയിൽ. അതിലേക്ക് പൂരി പരത്തും, എണ്ണ ചൂടായി വരുമ്പോൾ അങ്ങനെ ചുട്ടെടുക്കും. അങ്ങനെയാണ് ചെയ്യാറ്. കുറച്ച് പൂരിയല്ലേ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ പിന്നെ അത് അങ്ങനെ ഒരിക്കലും ഒന്നിച്ച് അങ്ങനെ ചെയ്യാറാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു പ്രസ്സിൽ കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കും. എന്നിട്ട് അങ്ങനെ പ്രസ്സിൽ പരത്തിയെടുക്കുകയാണ് ചെയ്യാറ്. അല്ലാണ്ട് വേറെ പരത്തി എടുക്കാറില്ല കേട്ടോ. ഇങ്ങനെ എടുത്തിട്ട് അങ്ങനെ പൊരിച്ചെടുക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ എണ്ണ ഞാൻ ഒന്ന് ചൂടായി വന്നപ്പോൾ തീ ഒന്ന് ലോ ഫ്ലെയിമിലായത് കാരണം ഫസ്റ്റത്തേത് പൊങ്ങി വന്നില്ല കേട്ടോ. ബാക്കിയുള്ളതൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് വോയിസ് നമ്മുടെ സ്ഥിര ആളാണ് കേട്ടോ. അയാനക്കുട്ടിയുടെ വോയിസാണ് കേൾക്കുന്നത്. മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ മിണ്ടേ ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ പൂരി ഓരോന്നായിട്ട് പരത്തുന്നുണ്ട്, പ്രസ്സിൽ അമർത്തിയെടുക്കുന്നുണ്ട്, പിന്നെ അങ്ങനെ കോരിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുത്തതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റത്തെ മാത്രമേ ഉള്ളൂ കേട്ടോ കുറച്ച് പൊങ്ങാതെ നിന്നത്. കണ്ടില്ലേ, നല്ലപോലെ പൊങ്ങി വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂരിയാണ് കേട്ടോ. ഇനിയിപ്പോൾ പച്ചവെള്ളത്തിൽ കുഴക്കാണ്ട് ഇതിനായിട്ട് ചുടുവെള്ളമൊക്കെ ഉണ്ടാക്കി കുഴക്കുന്നവരുണ്ടാക്കും. പക്ഷേ ഞാൻ അങ്ങനെയാണ് കേട്ടോ റെഡിയാക്കാറ്. പച്ചവെള്ളത്തിൽ കുഴക്കുന്നവരും ഉണ്ടാവും കേട്ടോ, ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഇനിയിപ്പോൾ പൂരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്കുള്ള കറി റെഡിയാക്കാണ് കേട്ടോ. അപ്പോൾ വലിയുള്ളിയും തക്കാളിയും പച്ചമുളക് അതുപോലെ തന്നെ കിഴങ്ങ്, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഉപ്പ്, ഇത്ര ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ കിഴങ്ങ് കറി റെഡിയാക്കുന്നത്. നമ്മുടെ സാധാ മസാലക്കറി ഉണ്ടല്ലോ, അത് ഞാൻ ഒന്ന് കറിയാക്കിയിട്ട് അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുക്കർ അടച്ചു കൊടുത്തുങ്ങാണ്ട് വേവിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുമോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് താഴെ ഒന്ന് കമൻ്റ് ആക്കിയിട്ട് അറിയിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ കുക്കർ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൺചട്ടി എടുത്തിട്ടുള്ളത് നമ്മുടെ ഉച്ചക്കൽക്കുള്ള ഉപ്പേരി റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ തന്നെ ലഞ്ചും റെഡിയാക്കാറുണ്ട്. എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പയർ നമ്മൾ തലേ ദിവസം പൊട്ടിച്ച് കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ കുക്കറിൻ്റെ വിസിൽ കളയുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യുക, ഇതും ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് അതിലിങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കുന്നത്, വെറുതെ ചട്ടിയിൽ ചട്ടകെട്ട് ഇളക്കുകയല്ല കേട്ടോ. ഇനി കിഴങ്ങൊക്കെ ഒന്ന് ഉടച്ചെടുക്കുകയാണ് കേട്ടോ. സ്മാഷ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ച് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് നമ്മളുടെ പയറിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് നല്ലപോലെ ചോത്ത് വരട്ടെ. അപ്പോൾ നമ്മുടെ കറി വറവിട്ട് എടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് മൺകലം കേട്ടോ. ആ ഒരു ചട്ടിയും, ചെറിയ ചട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചട്ടി, രണ്ടാൾക്കുള്ളൊരു കറിയൊക്കെ അതിൽ കൊള്ളുള്ളൂ കേട്ടോ. അത്ര പോകുന്ന ചെറിയ ചട്ടിയും ചെറിയ മൺകലമാണ് കേട്ടോ. അപ്പോൾ അതിൽ ഒന്നിൽ ഉപ്പേരിക്കും വെച്ചിട്ടുണ്ട്, ഇതിൽ വറവിടാൻ വേണ്ടി ചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് പയറെടുക്കുന്നുള്ളൂ, ബാക്കി നമ്മൾ അടച്ച് ഫ്രിഡ്ജിലോട്ട് തന്നെ മാറ്റിയാണ് തൂമിച്ച് അങ്ങനെ വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അല്ലാണ്ട് വെള്ളമൊഴിച്ച് വേവിച്ച് പിന്നെ തൂമിച്ചെടുക്കുകയല്ല, നമ്മൾ തൂമിച്ചെങ്ങാണ്ട് അങ്ങനെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് തീ ലോ ഫ്ലെയിമിൽ ഇട്ടുങ്ങാണ്ട് കുക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്.
ഇനിയിപ്പോൾ ദാ നമ്മുടെ കറി വറവിടാൻ വേണ്ടിയിട്ടുള്ള കടുകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കറി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ പരിപാടിയും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് കറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴേക്കും നമ്മുടെ ചോറും ഞാൻ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാ വീഡിയോസിലും കാണിക്കണ്ടേ വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇപ്പോഴും നമ്മളോട് വിറകടുപ്പില്ലേ, എന്താ ചോറ് അടുപ്പിലെന്താ വെക്കാത്തതെന്ന് ചോദിക്കുന്നവരുണ്ട്. അതിനൊക്കെയുള്ള മറുപടിയായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾക്ക് വിറക് വെക്കേണ്ട ഒരു സൗകര്യം നമ്മൾ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഗ്യാസ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പിന്നെ അതിനുള്ള കുക്കിങ്ങേ നമുക്ക് വരുന്നുള്ളൂ കേട്ടോ, ഗ്യാസുമൊക്കെ വെക്കേണ്ട കുക്കിങ്ങേ വരുന്നുള്ളൂ. നാഴിയരി അല്ലെങ്കിൽ 1.5 നാഴിയരി അത്രയ്ക്കുള്ള ചോറേ നമ്മൾ വെക്കുന്നുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ അതാ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 3 കൗണ്ടർ ടോപ്പ് ഉണ്ട് കേട്ടോ. ഗ്യാസിന് വേണ്ടിയിട്ട് ഒന്നുണ്ട്, പിന്നെ സിങ്കിന് വേണ്ടിയിട്ട് ഒന്നുണ്ട്, പിന്നെ അതുപോലെ സെപ്പറേറ്റ് ആയിട്ട് നീളത്തിൽ ഈ ഒരു കൗണ്ടർ ടോപ്പ് ഉണ്ട് കേട്ടോ. ഇത് നമ്മളങ്ങനെ യൂസ് ആക്കാറില്ല, വീഡിയോയിൽ അങ്ങനെ കാണിക്കാറുമില്ല കേട്ടോ. സിങ്കിൻ്റെയും ഗ്യാസിൻ്റെയും ആ ഒരു ഭാഗത്തുള്ള കൗണ്ടർ ടോപ്പ് മാത്രമേ കാണിക്കാറുള്ളൂ. അപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ടുള്ള കൗണ്ടർ ടോപ്പാണ്. അപ്പോൾ അവിടെ ഞാൻ ഒന്ന് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ഒന്ന് റെഡിയാക്കിയതാണ് കേട്ടോ. നല്ല ഭംഗിയല്ല ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് ചായയൊക്കെ കുടിക്കാൻ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട്, ഒന്നുമില്ലെങ്കിൽ ഒരു ഫോട്ടോ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല രസമായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ഇതാ നമ്മുടെ പൂരിയും അതുപോലെ നമ്മുടെ കിഴങ്ങ് കറിയും ചായയൊക്കെ ആക്കിയിട്ട് ഇന്നത്തെ ചായ കൂടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂരിയാണ് കേട്ടോ. അത് പൊങ്ങി വന്നത് കൊണ്ടാണ് ഇതുപോലെ ചുങ്ങി കിടക്കണുണ്ടില്ലേ, നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. കറിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ചായയുടെയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പയറുപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ അതവിടെ അടച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ചോറ് വെന്തു പറഞ്ഞല്ലോ, അപ്പോൾ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ട് ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മുരിങ്ങ തോരൻ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ മുരിങ്ങ തോരൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ സ്പെഷ്യലായിട്ട് കറിയൊന്നും ആക്കാറില്ല, കാരണം മുരിങ്ങ തോരൻ വെച്ചിട്ട് ഞാൻ ചോറ് കുഴച്ച് അങ്ങനെയാണ് കേട്ടോ കഴിക്കുക. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് മുരിങ്ങ തോരൻ എന്ന് പറയുന്നത്, മുരിങ്ങയില തോരൻ എന്ന് പറയുന്നത്. ഈ ഒരു തോരൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ മക്കൾസിനാണെങ്കിലും അങ്ങനെ കറി വേണമെന്നില്ല, എനിക്ക് തീരെ കറി വേണ്ട കേട്ടോ. ചോറുക്ക് എനിക്ക് കറി എന്ന് പറയുന്നത് തീരെ താല്പര്യമില്ലാത്തതാണ്. എന്നാൽ ഞാൻ എടുക്കൂല എന്നല്ല, പക്ഷേ ഉപ്പേരി അതുപോലെ ഇങ്ങനത്തെ തോരന് അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അത് കൂട്ടിയിട്ടാണ് ചോറ് കഴിക്കുക കേട്ടോ. ചെറുപ്പം മുതൽക്കേ അങ്ങനെ ശീലമായിപ്പോയി. എന്നാൽ കറി ഞാൻ കഴിക്കൂല, എനിക്ക് ഇഷ്ടമല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. കഴിക്കും, പക്ഷേ ഉപ്പേരിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൂട്ടി കഴിക്കാനാണ് ഇഷ്ടം. അങ്ങനെ നമ്മുടെ തോരനൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ മുറ്റടിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് മുറ്റത്ത് ഇപ്പോൾ മഴയൊക്കെ പെയ്തത് കാരണം ഈ മഞ്ഞളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മുളച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പണ്ട് നമ്മുടെ വീട് വെക്കുന്നതിന് മുമ്പേ വെച്ചിട്ടും നമ്മുടെ ഈ ഒരു മുറ്റത്ത് മഞ്ഞളും ചേമ്പും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വീട് പണി ഒക്കെ കഴിഞ്ഞ് മുറ്റൊക്കെ റെഡിയാക്കിയപ്പോൾ അതൊക്കെ മണ്ണിനടിയിലായി പോയിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും മഴ പെയ്ത് വന്നപ്പോൾ അതൊക്കെ വീണ്ടും സെറ്റായിട്ട് മുളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ മുറ്റത്തുനിന്ന് പറിച്ചിട്ട് ഒരു സൈഡിലോട്ടാക്കിയിട്ട് കുഴിച്ചിട്ടതാണ് കേട്ടോ. ഉണ്ടാവുകയാണെങ്കിൽ എടുക്കാമല്ലോ, അല്ലാന്നുണ്ടെങ്കിൽ പോട്ടെ. അപ്പോൾ അതാ നമ്മുടെ മുറ്റത്തിൻ്റെ ഒരു സൈഡിൽ ഞാൻ മുരിങ്ങാക്കൊമ്പ് കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തൂമ്പ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ പപ്പായ തൈ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു, അത് പറ്റി ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. മഴ പെയ്തതായപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, മുരിങ്ങാക്കൊമ്പ് 2 എണ്ണം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ കൂടിയൊക്കെ തൂമ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് മുളകും തൈയും കുഴിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അത് നല്ലപോലെ നന്നായി വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് വരുന്നുണ്ട്. ഇനി എങ്ങനെയാണ് വരുന്നത് നോക്കട്ടെ, എന്നിട്ട് വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ഇൻഷാ അല്ലാ മുളകൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതാ മീൻ ഫ്രിഡ്ജിലുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് സാധാ മഞ്ഞൾപ്പൊടി, മുളകും പൊടി, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതൊക്കെ ഇട്ടുങ്ങാണ്ട് ഒന്ന് മസാല ആക്കുകയെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അങ്ങനെ കാര്യമായിട്ടൊന്നും ഷൂട്ടാക്കിയിട്ടൊന്നുമില്ല കേട്ടോ. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഷൂട്ടാക്കി എടുത്തതാണ്. നമ്മൾ ഡെയിലി വ്ളോഗ് അപ്ലോഡ് ചെയ്യുന്നതല്ല, അപ്പോൾ നമ്മുടെ ഓരോ ദിവസം എങ്ങനെയാണ് അതാണ് കേട്ടോ ഞാൻ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാറ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ഇനിയിപ്പോൾ മീനൊക്കെ മസാല തേച്ചത് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുകയെന്ന് കേട്ടോ. അപ്പോൾ ഇതും കൂടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ കുക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ക്ലീനിങ് ഉള്ളൂ കേട്ടോ. അതിനിടയിൽ ഞാൻ കുറച്ച് ക്ലീനിങ്ങൊക്കെ ആയിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ എന്നും അടിക്കണേന്ന് തുടക്കണേ അങ്ങനെ ഒരുപോലെ കാണിച്ചാൽ നിങ്ങൾക്ക് ബോറടിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് എന്നും ഒരുപോലെ കാണിക്കാതെ ചെറിയ വ്യത്യാസത്തിൽ ഒരു ദിവസം അടിക്കണേന്ന് തുടക്കണേയും കാണിച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം കുക്കിംഗ് കാണിക്കണം അങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ അതാ മീനും ഫ്രൈ ആയി, മുരിങ്ങാത്തോരനും പയറുപ്പേരിയും മീനും അച്ചാറും കൂട്ടി ചോറ് വയ്ക്കുക. ഇന്നത്തതൊരു നാടൻ ഊണാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്